പ്രിയങ്കരനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തങ്ങളുടെ ഉദ്ഘാടകൻ, അതുപോലെ ഇവിടെ അധ്യക്ഷം വഹിക്കുന്ന മുനവർ അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ഇപ്പോൾ വരും. നമ്മളുടെ അതിഥികൾ ഇവിടെ ഉണ്ട്. ഉബൈദുല്ലാ സാഹിബ് വിശദമായി മറ്റെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ അതിഥികളുടെ മാത്രം പേര് ഞാൻ മെൻഷയാണ്. ബഹുമാനായ സന്ദീപ് വാര്യർ അവർകളും അദ്ദേഹം ഇവിടെ മുഖ്യ പ്രസംഗം നടത്തും. അതുപോലെ തന്നെ ബഹുമാനായ നെച്ചിക്കാട്ടിൽ മമ്മൂട്ടി ഹാജി, ഇവിടെ ബഹുമാനായ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനായ തങ്ങളവറുകൾ പറഞ്ഞതുപോലെ കുറച്ച് 2-3 വർഷമായി ഇന്നലെ എന്ന പോലെ നമുക്ക് ഓർമ്മയുണ്ട്. ഈ ഡയാലിസ് സെന്റർ എന്നൊരു സ്ഥലം ആ മഹതി തന്നതിന് ശേഷം ബഹുമാനായ സയ്യിദ് അലി ശിഹാബ് തങ്ങളുടെ സമയത്ത് അതിവേഗം അതിൻ്റെ പ്രവർത്തനങ്ങൾ പാണക്കാട് തങ്ങന്മാരുടെ നേതൃത്വത്തിൽ മുനവർ ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ബഹുമാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും മറ്റുള്ളവരുടെയൊക്കെ നേതൃത്വത്തിൽ മറ്റെല്ലാ ഡയാലിസ് സെൻ്ററുകൾ എന്ന പോലെ ഇവിടെയും അതിവേഗം ഉയർന്നു വന്നു. ഒരു കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധം ജനങ്ങൾ സഹകരിച്ചുകൊണ്ട് കൂടുതൽ ഈ 3ാം വാർഷിക സ്ഥിതിയിലേക്ക് കടക്കുമ്പോൾ അതിന് സഹായ ഹസ്തങ്ങൾ നിരന്തരം തണൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശൈലി തിരഞ്ഞെടുക്കുന്നു. പണം വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ജീവിത ശൈലി തിരഞ്ഞെടുക്കുന്നു. പക്ഷേ സമൂഹത്തിനോടൊപ്പം നിന്ന് സമൂഹത്തെ ആ കരുതൽ കൂടി നിലനിർത്തി പോകണം എന്നാഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് റെസ്പെക്റ്റ് കിട്ടുന്നത്, അതുകൊണ്ടാണ് അവർക്ക് സമൂഹത്തിൽ അംഗീകാരം കിട്ടുന്നത്, അതുകൊണ്ടാണ് അവർ സമൂഹത്തിന് പ്രസക്തിയുള്ളവരായി മാറുന്നത്. ആ നിലയിൽ എല്ലാ രംഗത്തും ആളുകളെ സഹായിക്കുന്ന, സ്ഥാപനങ്ങളെ സഹായിക്കുന്ന രീതി നെച്ചിക്കാട്ടിൽ മുഹമ്മദ് സാഹിബിനുണ്ട്. ആ സഹായ നിർലോഭം ഇവിടെ ഈ സ്ഥാപനത്തിനും കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഏതായിരുന്നാലും അതുപോലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇതുപോലുള്ള സപ്പോർട്ടുണ്ട്. കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ശ്രീ സന്ദീപ് വാര്യർ നമുക്കറിയാം, നമ്മുടെ മതേതര ഭാരതത്തിൽ അതിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടി വന്ന ആളാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മതേതര പാതയിൽ സഞ്ചരിക്കാൻ ഞാനിനി ആഗ്രഹിക്കുന്നു, മതസൗഹാർദ്ദത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ബാക്കിയുള്ളതൊക്കെ ആയിട്ട് സഹകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ രാഷ്ട്രീയം കൈക്കൊണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഈ വാർഷിക പരിപാടിയിൽ മുഖ്യ പ്രസംഗവുമായി അദ്ദേഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഉപേദിനോട് ചോദിച്ചു, പോരായ്മകളൊന്നുമില്ലല്ലോ എന്നുള്ളത്. എന്നോട് പറഞ്ഞത് യാതൊരു പോരായ്മയില്ല, എല്ലാവരുടെയും നല്ല സപ്പോർട്ടുണ്ട് എന്നാണ്. അത് നിങ്ങളോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒരു വിധത്തിൽ ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്നവരാണ് ഈ സദസ്സിലുള്ളവരും അതുപോലെ തന്നെ വേദിയിലുള്ളതും ഒക്കെ. ഈ 2 ദിവസമായിട്ട് ഇതിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. ഈ വാർഷികാഘോഷ പരിപാടിയിൽ അതിൽ സംബന്ധിക്കുക എന്നുള്ളത് മഹാഭാഗ്യമാണ്. തങ്ങൾ പറഞ്ഞതുപോലെ അതാത് സമയത്ത് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിറങ്ങും. അങ്ങനെയുള്ള കാര്യമാണ് അദ്ദേഹവും ഇവിടെ ഈ സൂര്യൻ അതുപോലെ തന്നെ ബാക്കി ഇതിൻ്റെ കാര്യങ്ങൾ കൊണ്ടെടുക്കുന്ന ആളുകളെക്കുറിച്ചൊക്കെ പരാമർശിച്ചത്. മുഴുവൻ സപ്പോർട്ടും ഭാവിയിലും നമ്മളൊക്കെ കൊടുക്കണം. അതിനുവേണ്ടി എല്ലാവിധ സഹകരണവും വ്യക്തിപരമായി എൻ്റെ ഭാഗത്തുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.